ശബരിമല അയ്യപ്പനെ അപമാനിച്ച സണ്ണി എം കബിക്കാടിനെതിരെ ഉള്ള സോഷ്യൽ മീഡിയയിലെ ആക്രോശം ഇപ്പോൾ നടക്കുകയാണല്ലോ. അതിന്റെ വ്യത്യസ്തമായ ഒരു വശമാണ് ഞാൻ നിങ്ങളോട് ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. സണ്ണി എം കബിക്കാടിനെ ചീത്ത വിളിച്ചിട്ട് ഒരു കാര്യവുമില്ല. കാരണം അങ്ങേര് മറ്റ് ചില ആളുകളുടെ പിണിയാളാണ്. അത് ഞാൻ നിങ്ങളോട് വ്യക്തമായിട്ട് പറയാം. അങ്ങേരെ ഈ പണി ഏൽപ്പിച്ചിരിക്കുന്ന മറ്റു ചിലരാണ്. ഏൽപ്പിച്ച പണി കൃത്യമായിട്ട് അങ്ങേര് എടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. മാത്രമല്ല, ഹിന്ദുക്കളെ കൊള്ള എന്തിനു കൊള്ള? ഈ മണഗുണാഞ്ചന്മാരായതുകൊണ്ടല്ലേ ഹിന്ദുക്കളുടെ ദൈവങ്ങളെ ആളുകൾ ചീത്ത വിളിക്കുന്നത്? മുസ്ലിമുകളുടെ കാര്യമാണെങ്കിൽ ഇങ്ങനെ ആർക്കെങ്കിലും വിളിച്ചു പറയാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നതിലും വലിയ കാര്യമൊന്നുമില്ല. കാരണം മുസ്ലിം അല്ല ഹിന്ദു, ഇസ്ലാം അല്ല ഹിന്ദു മതം അല്ലെങ്കിൽ സംസ്കാരം എന്നുള്ള കാര്യവും നിങ്ങൾ മനസ്സിലാക്കണം. ഈ രണ്ട് കാര്യങ്ങളും ഞാൻ നിങ്ങളോട് പറയാം. ഇപ്പോ ആദ്യത്തെ കാര്യം എനിക്ക് പറയാനുള്ളത്, ഇപ്പൊ ഈ ചീത്ത വിളിച്ചത് പ്രവാചകനെ, ഇസ്ലാമിന്റെ പ്രവാചകനെ ആയിരുന്നു കരുതുക. അങ്ങനെയാണെങ്കിൽ ആർക്കെങ്കിലും ഈ ചീത്ത വിളിച്ചവർക്ക് സ്വൈരമായിട്ട് അന്ന് വൈകുന്നേരം വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങാൻ സാധിക്കും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? കഴുത്തിന് മുകളിൽ തല കാണില്ല. ഗുസ്താഖെ റസൂൽ കി ഏഹി സജ സർതൻ സജുദ എന്നുള്ളതാണ് പ്രമാണം തന്നെ. ഇസ്ലാമിന്റെ പ്രവാചകനെ ചീത്ത വിളിച്ചാൽ, അധിക്ഷേപിച്ചാൽ കഴുത്തിന് മുകളിൽ തല കാണില്ല എന്നുള്ളതാണ് അടിസ്ഥാന പ്രമാണം. അത് തന്നെയാണ് ഉദയ്പൂരിലുള്ള, രാജസ്ഥാനിലെ ഉദയ്പൂരിലുള്ള ഒരു ടൈലർ, കൻഹയ്യ ലാൽ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം ആകെ ചെയ്ത തെറ്റ്, ഈ പ്രവാചകനെതിരെ ആരോ എന്തോ പറഞ്ഞ സോഷ്യൽ മീഡിയ പോസ്റ്റ് ഷെയർ ചെയ്തെന്നത് അയാളല്ല ഇട്ടത്, അയാൾ ഷെയർ ചെയ്യാൻ മാത്രമേ ചെയ്ത് ഈ തീവ്രവാദികൾ അയാളുടെ കടയിൽ ചെന്നിട്ട് അയാളുടെ കഴുത്ത് വെട്ടിക്കും. അവർക്കുള്ള ന്യായീകരണം ഇത് മാത്രമേ, ഗുസ്താഖെ റസൂൽ കി ഏക് ഹി സജ സർതൻ സജുദ, തല അപ്പ വെട്ടും. പക്ഷേ ഈ ഹിന്ദു മതത്തിലോ അല്ലെങ്കിൽ നമ്മുടെ സംസ്കാരത്തിലോ ഒന്നും അത് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഹിന്ദുവിന് ഇവരെ പോലെ പെരുമാറാൻ സാധിക്കില്ല. ഈ രീതിയിൽ തീവ്രവാദം ഹിന്ദു മതത്തിൽ പറഞ്ഞിട്ടില്ല. ഹിന്ദു മതത്തിന്റെ ഏതെങ്കിലും ഒരു പുസ്തകത്തിൽ അന്യമത വിദ്വേഷം അല്ലെങ്കിൽ അന്യമതങ്ങളുടെ ദൈവങ്ങളെ ആരാധിക്കരുത്, എന്നെ മാത്രമേ ആരാധിക്കാവൂ, ബാക്കിയുള്ളതെല്ലാം ഷിർക്കാണ്, ബാക്കിയുള്ളതെല്ലാം പാപമാണ്, ബാക്കിയുള്ളവരെല്ലാം വ്യാജ ദൈവങ്ങൾ, ഇങ്ങനെ വല്ലതും പറഞ്ഞിട്ടുണ്ടോ? അപരമത വിദ്വേഷം എന്ന് പറയുന്നത് ഹിന്ദു സംസ്കാരത്തിലില്ല, അല്ലെങ്കിൽ സനാതന ധർമ്മത്തിലില്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് ഒരു ഹിന്ദുവിന് ഒരിക്കലും ജിഹാദികളെ പോലെ, ഇസ്ലാമിക തീവ്രവാദികളെ പോലെ പെരുമാറാൻ സാധിക്കില്ല. അതിന് ഹിന്ദുക്കളെ മണഗുണാഞ്ചന്മാരാണെന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഹിന്ദു സംസ്കാരം നിലനിൽക്കുന്നത് അന്യമത വിരോധത്തിന്റെ പേരിലല്ല, അടിസ്ഥാനത്തിലല്ല എന്നുള്ളതാണ് അതിന്റെ യഥാർത്ഥ കാരണം. ഇനി ഞാൻ നേരത്തെ പറഞ്ഞു വന്ന വിഷയം എന്ന് പറയുന്നത്, ഇപ്പൊ പ്രവാചകനെയാണ് ഇതുപോലെ ആരെങ്കിലും തെറി പറഞ്ഞതെന്നുണ്ടെങ്കിൽ അതിനെതിരെ ആദ്യം ചാടി വീഴുന്ന മുസ്ലിമുകളായിരിക്കില്ല. അതിനെതിരെ ആദ്യം ഇവിടെ ശബ്ദമുയർത്തുന്നതും പ്രതിഷേധം നടത്തുന്നതും ഈ പറഞ്ഞവനെ തൂക്കിക്കൊല്ലണമെന്നും വിളിച്ചു പറയുന്നതും ഒക്കെ ഹിന്ദു മതത്തിൽ തന്നെയുള്ള, അല്ലെങ്കിൽ ഹിന്ദുമത വിശ്വാസികളൊന്നും ആണെന്നില്ല, ഹിന്ദു പേരുള്ള പുരോഗമന ജനാധിപത്യ സാംസ്കാരിക നായകന്മാരും നായികമാരും അതുപോലെയുള്ള ആളുകളായിരിക്കും. ഹിന്ദുക്കളായിരിക്കും പ്രധാനമായിട്ട് വരുന്നത്. ഇസ്ലാമിന്റെ പ്രവാചകനെ അധിക്ഷേപിച്ചു എന്ന് പറഞ്ഞ്. പക്ഷേ ഹിന്ദുക്കളുടെ ആരാധനാമൂർത്തികളോ അല്ലെങ്കിൽ ഹിന്ദുക്കളുടെ വിശ്വാസത്തെ ഒരുത്തൻ അധിക്ഷേപിച്ചപ്പോൾ ഏതെങ്കിലും ഒരു മുസ്ലിം അതിന് മുന്നോട്ട് വന്നോ അതിനെ എതിർക്കാനായിട്ട്? ആരെങ്കിലും മുസ്ലിമുകളുടെ ഇടയിലുള്ള മതേതരവാദികൾ ധാരാളമുണ്ടല്ലോ, അവരാരെങ്കിലും വന്നോ ഇത് തെറ്റാണെന്ന് പറയാനായിട്ട്? വരില്ല. അവരെ സംബന്ധിച്ച് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അന്യമതങ്ങളിലുള്ള ദൈവങ്ങൾ എന്നൊക്കെ പറഞ്ഞ വ്യാജ ദൈവങ്ങളാണ് എന്നുള്ളത്. അപ്പോ അവരെ ചീത്ത വിളിക്കുക അല്ലെങ്കിൽ അവർക്ക് രണ്ട് തട്ട് വിട്ട് കഴിഞ്ഞാൽ സന്തോഷിക്കേണ്ട കാര്യം, അതുകൊണ്ട് ഉള്ളിൽ സന്തോഷവും ഉണ്ടാവും. അപ്പോ ആ രീതിയിലുള്ള വൺ വേ ട്രാഫിക് ആണ് നമ്മുടെ മതേതരത്വം എന്നുള്ളത് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. ഇതായിപ്പോ ഇത് വേറൊരു ഉദാഹരണമാണ്. ഇനി സണ്ണി എം കബിക്കാട് എന്ന് പറയുന്ന വിവരദോഷിയുടെ ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ഇയാള് കൃത്യമായിട്ട് പൊളിറ്റിക്കൽ ഇസ്ലാമിന് വേണ്ടി വായിട്ടടിക്കുന്ന പിണിയാളാണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. പൊളിറ്റിക്കൽ ഇസ്ലാം ഹിന്ദു മതത്തിനുള്ളിൽ തന്നെ ഈ ഡിവിഷൻ ഉണ്ടാക്കാനായിട്ട് അല്ലെങ്കിൽ ഇതിനുള്ളിൽ തന്നെ ഭിന്നിപ്പുണ്ടാക്കാനായിട്ട് പല കളികളും നടത്തും. അതിലൊന്നാണ് ഈ ദളിത് പ്രേമം. ഈ ദളിത് പ്രേമം പറയുന്ന അല്ലെങ്കിൽ ദളിത് നവോത്ഥാന നായകന്മാർ എന്ന് പറയുന്ന ഈ കബിക്കാടിനെ പോലെയുള്ള കുറെ ആളുകളെ ഇവർ പിടിച്ചുകൊണ്ട് ഇവർക്ക് ഏറ്റവും കൂടുതൽ വേദി, ഇവർക്ക് പ്രസംഗിക്കാനും ആ വേദിയിൽ ഹിന്ദു മതത്തിനെയും ഹിന്ദു വിശ്വാസങ്ങളെയും തീർത്ത് വിളിക്കാനും അവസരം ഒരുക്കി കൊടുക്കുന്ന ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടെയുള്ള പൊളിറ്റിക്കൽ ഇസ്ലാം സംഘടനകളാണ്. സണ്ണി എം കബിക്കാട് ഉൾപ്പെടെയുള്ളവർ. അവരിൽ വേറൊരു വിഭാഗമാണ് ഈ SNDPക്കകത്തുള്ള അല്ലെങ്കിൽ ഈഴവരുടെ ഇടയിലുള്ള ഒരു വിഭാഗമുണ്ട്. അവരെയും ഇവർ പണം കൊടുത്ത് വിലക്കെടുത്തിട്ട് അവർക്കും വേദികൾ ഒരുക്കി കൊടുക്കുകയും അതിനകത്തും ഹിന്ദുക്കളെ ചീത്ത വിളിക്കുകയും ഹിന്ദുക്കളുടെ വിശ്വാസങ്ങളെ ചീത്ത വിളിക്കുകയും ചെയ്യിക്കുന്നത് പൊളിറ്റിക്കൽ ഇസ്ലാമാണ്. കൃത്യമായിട്ട് ജമാഅത്തെ ഇസ്ലാമി നടത്തുന്ന പരിപാടികൾ എനിക്ക് വ്യക്തമായിട്ട് അറിയാവുന്നതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. അപ്പോ ജമാഅത്തെ ഇസ്ലാമിയുടെയും പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെയും വെറും ഒരു ഉപകരണം, ഒരു ചട്ടുകം മാത്രമാണ് ഈ സണ്ണി കബിക്കാട്. പക്ഷെ പുറമേക്ക് പറയുന്ന ഇവന്മാരെല്ലാം മതേതര നവോത്ഥാന കവി എന്ന് ഞാൻ ഇതിന്റെ തംബ്നെയിലിൽ പറഞ്ഞിരിക്കുന്ന കാര്യം ഇതാണ്. നവോത്ഥാന കവിയാണ് ഇയാള്. പുറമേക്ക് നവോത്ഥാനമായി. ഇന്നത്തെ നമ്മുടെ നാട്ടിലെ നവോത്ഥാനം എന്ന് പറഞ്ഞാൽ എന്താ? ഹിന്ദുക്കളെ ചീത്ത വിളിക്കുക. അതാണ് നവോത്ഥാനവും പുരോഗമനവും മതേതരത്വവും അല്ല. അല്ലെങ്കിൽ നിങ്ങളൊന്ന് നോക്കൂ, നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളായ മാധ്യമങ്ങളുണ്ട്, ഈ പുരോഗമന ജനാധിപത്യ ഈ നവോത്ഥാന നായകന്മാരുണ്ട്, സാംസ്കാരിക നായകന്മാരുണ്ട്, നായികമാരുണ്ട്, അങ്ങനെ പലരുമുണ്ട് അല്ലെ? ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ പിണിയാളുകളായിട്ട് നടക്കുന്നവരാണ് ഇതിനകത്ത് ഒട്ടുമുക്കാൽ
ഉള്ള ആളുകളും മഹാഭൂരിപക്ഷമുള്ള ആളുകളും ഇവരെല്ലാം ഈ പറയുന്നത് പോലെ ഈ മുസ്ലിമുകളുടെ ഏതെങ്കിലും ഒരു ഒരു വിശ്വാസത്തെയോ അല്ലെങ്കിൽ പ്രവാചകനെയോ എന്തെങ്കിലും ആരെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ അതിനെതിരെ ഈ നാട്ടിൽ ചന്ദ്രഹാസം എടുത്ത് ഇളക്കി ഈ നാട്ടിൽ കലാപമുണ്ടാക്കാനായിട്ടൊക്കെ നടക്കുന്ന പല ആളുകളുമാണ് ഇവര്. അതിന്റെ ചട്ടുകങ്ങളാണ് ഇവരെല്ലാവരും. അവരാരെങ്കിലും ഇപ്പോൾ കാമാന്നൊരക്ഷരം വേണ്ടിയിട്ടുണ്ടോ? ഇവിടെ പൊളിറ്റിക്കൽ ഇസ്ലാം തന്നെ പിടിച്ചിരുത്തിയിരിക്കുന്ന നമ്മുടെ വി ഡി സതീശൻ സർക്കാരിലെ ആഭ്യന്തരമന്ത്രിയായ രമേശ് ചെന്നിത്തല അല്ലെ. സതീശനെ മുഖ്യമന്ത്രിയാക്കാനും ഈ സർക്കാരിനെ അധികാരത്തിൽ കൊണ്ടുവരാനുമായിട്ട് ജമാഅത്ത് ഇസ്ലാമി ഉൾപ്പെടെയുള്ള പൊളിറ്റിക്കൽ ഇസ്ലാം സംഘടനകൾ എന്തൊക്കെയാണ് ചെയ്തതെന്ന് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ടല്ലോ. അവരാരെങ്കിലും ഇതിനെതിരെ നിയമ നടപടി എന്തെങ്കിലും എടുത്തിട്ടുണ്ടോ? ഇപ്പോൾ ഇത് പ്രവാചകനെതിരായിരുന്നു പറഞ്ഞതെങ്കിൽ ഇതിനോടകം തന്നെ എത്ര കേസുകൾ വരുമായിരുന്നു ഇയാൾക്കെതിരെ? ഈ നാട്ടിലെ ജനങ്ങളെ പറ്റിച്ച് ജീവിക്കുന്ന അല്ലെങ്കിൽ പ്രധാനമായിട്ട് ഹിന്ദുക്കളെ പറ്റിച്ച് ജീവിക്കുന്ന പുരോഗമന നവോത്ഥാന മതേതര വാനരന്മാരുടെ പ്രതിനിധിയായിട്ടുള്ള, അല്ലെങ്കിൽ അവരുടെ മാത്രമല്ല ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ എല്ലാം ചട്ടുകമായിട്ടുള്ള വെറും ഒരു നവോത്ഥാന കവിയാണ് ഈ പറഞ്ഞ വിവരദോഷി എന്ന് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇവനൊന്നും എതിരെ കടന്ന് നമ്മൾ ബഹളം ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. ഹിന്ദുക്കൾ തിരിച്ചറിയണം, ഈ നാട്ടിലെ മതേതരത്വം വെറും വൺ വേ ട്രാഫിക്കാണ്. ഹിന്ദുവിന്റെ മുതുകത്തൂടെ ഓടുന്ന ഒരു വൺ വേ ട്രാഫിക്കിലൂടെയുള്ള ഒരു വണ്ടിയാണ് ഈ മതേതരത്വം എന്ന് പറയുന്ന ശുദ്ധ തട്ടിപ്പെന്ന് ഹിന്ദു മനസ്സിലാക്കി കഴിഞ്ഞാൽ, ജനാധിപത്യത്തിലെല്ലാം തീരുമാനിക്കുന്ന തിരഞ്ഞെടുപ്പുകളാണല്ലോ. അപ്പൊ തിരഞ്ഞെടുപ്പുകൾ വരുമ്പോൾ നിങ്ങൾ അതനുസരിച്ച് അങ്ങ് വോട്ട് ചെയ്യുക. ഇത്തരം അലവലാദികളെയൊക്കെ അവരർഹിക്കുന്ന അവജ്ഞയോടുകൂടി പുച്ഛിച്ച് തള്ളി കുപ്പത്തൊട്ടിയിലെറിയുക. താങ്ക് യു. ജയ് ഹിന്ദ്.